നാച്ചർ ഹ്യൂമൻ ആൻഡ് നാച്ചർ വെൽഫെയർ ഓർഗനൈസേഷന്റെ ഒന്നാം വാർഷിക ആഘോഷവും 101 കിടപ്പ് രോഗികൾക്ക് കിറ്റ് വിതരണവും അതിനോടനുബന്ധിച്ച് ഈ വേദിയിലേക്ക് ഒരു ചെറിയ പ്രോഗ്രാമുമായി എത്താൻ കഴിയുന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിബു മംഗലയിൽ, തൊട്ടടുത്ത് കാട്ടാക്കര സ്ഥലം. 2018 നമ്മുടെ ജനപ്രിയ പ്രോഗ്രാമായ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ചാനൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത്. വലിച്ചു നിൽക്കുന്നില്ല, കുറച്ച് സിനിമാക്കാരുടെ ശബ്ദമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ അണിനിരുന്ന ഈ ഗാലറി ഓഫ് നാച്ചർ ഹ്യൂമൻ ആൻഡ് നാച്ചർ വെൽഫെയർ ഓർഗനൈസേഷന്റെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ലൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് സുജി കല്ലാമോ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ പ്രോഗ്രാം കാണുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാവരോടും ഞങ്ങളുടെ കൃത്യത്തിന് നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മലയാളത്തില് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് നമ്മുടെ മണിച്ചേട്ടൻ. അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാം. ചോട്ടാ മുംബൈ എന്നുള്ള സിനിമയുടെ ഒരു ചെറിയൊരു പീസാണ്. ഇപ്പൊ പഠിച്ച ശത്രുവും ദുഷ്ടവും ചോദിക്കാൻ കഴിയ പേര് നടേശ്. ഒരുപാട് ദൈവബുദ്ധിമാണ് നമ്മുടെ നാട്ടിൽ ഒരു ചികിത്സകനെ വേണ്ടേ. തനിക്കറിയോ, വളരെ താണതിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട രംഗത്തിലെത്തി പറയാൻ കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് CA മോഹൻദാസിന്റെ കെട്ടിത്തറവണ്ട ഞാനവിടെ പോന്നെ. ഇനി അതിന്റെ പേരിൽ താനും കൂടെ കുറച്ച് പോയി സാക്ഷി പറയണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച തന്നെയും ഞാൻ കൊല്ലും. തന്റെ മരണങ്ങളുടെ മനസ്സമർപ്പ് അടച്ചിരിക്കുമ്പോ നിന്റെ മകനെയും ഞാൻ കൊല്ലും. ഇത് 2 കുട്ടികൾ എന്ന് പറഞ്ഞ് കൊച്ചിയിലെ ലോകൽ കുട്ടികൾ പറഞ്ഞ വാക്കല്ല കൊല്ലുമെന്ന് പറഞ്ഞ ഈ നടേശം പോന്നിരിക്കും. മലയാള സിനിമയിലെ മറ്റൊരു താരമാണ് നമ്മളുടെ വീട്ടിലേക്ക് പോയ നമ്മുടെ ജെയിംസ് സാർ. അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായിരുന്നു കോലകം. അപ്പോൾ ജെയിംസ് സാറിന്റെ വോയിസ് നമുക്ക് കേൾക്കാം. ഓർക്കാൻ മനസ്സിലെന്നവർ എടുത്തും പ്രതും സമയം വർദ്ധത്തിൽ മാത്രമേ ഈ നിൽക്കുന്ന എനിക്കും ഒരൽപ്പം വില കൂടുതലാണ്. ഞാൻ സ്വന്തമാക്കുന്ന സാധനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ ഞാൻ സ്വന്തമാക്കുന്ന സാധനങ്ങൾ മറ്റു ചിലർ വളരെ നിസ്സാരമായി തെറ്റെടുക്കുന്നു. സാറേ, ഇത് കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടമല്ല. ഇത് ദൈവത്തിനുണ്ടായി ചോര വരും. ഈ ചോര എന്ന് പറയുന്നത് ഒരൽപ്പം വിലപ്പെട്ടതാണ്. എന്നാൽ തന്നെ ഞാൻ വരട്ടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ നമ്മുടെ ലാലേട്ടൻ. അദ്ദേഹത്തിന്റെ നല്ലൊരു സൂപ്പർ സിനിമയാണ് മിന്നാൻ. കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രോത്സാഹനം കിട്ടിയ ഒരു കോമ്പിനേഷൻ നമ്മുടെ മണിയക്കുള്ള രാജസാറും തിലകൻ ചേട്ടനും അതുപോലെ തന്നെ ശങ്കരയുടെ ചേട്ടനും, ഈ 3 പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ആരാ മനസ്സിലായില്ല? ഞാൻ പോണം. കുഞ്ഞു കുഞ്ഞെന്ന് പറയുന്നത് കുഞ്ഞിന്റെ പേര് പറയാൻ കുഞ്ഞിനെ തരാം. കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ തരുമോ എന്നാ കേട്ടോ? മേരി. അതിന് ക്രിസ്ത്യാനി കുട്ടിയല്ലേ? അപ്പോ നിന്റെ അമ്മയുടെ പേര് ഞാനെന്ന് അടുത്തത് മലയാള സിനിമയിലെ മറ്റൊരു ഹാസ്യ സാമ്പ്രാട്ടാണ് നമ്മുടെ സലികുമാർ. അപ്പൊ സലികുമാറിന്റെ വോയിസ് നമുക്ക് കേൾക്കാം. സാറേ, ഇത് വാസപ്പേട്ട്, ഇത് തൊണ്ടപ്പേട്ട്, ഇത് സംഗീത, ഇത് നാടു. സാറേ, ബിരിയാണി കൊടുത്തോ സാറേ? എനിക്ക് ശക്തിയില്ലെന്നേ ഉള്ളൂ. അടുത്തായിട്ട് മലയാള സിനിമയിൽ നിന്ന് വിട്ടിലേക്ക് പോയ മറ്റൊരു സാഹസനാണ് നമ്മുടെ കുതിരവട്ട പ്രഭു. അടുത്ത മലയാള സിനിമയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മറ്റൊരു താരം കൊച്ചിൻ ഖലീഫ. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാം.
പെട്ടെന്ന് വരട്ടെ. എന്നാ ശരി. വേണ്ട, വേണ്ട. അപ്പൊ തൽക്കാലം ടീച്ചർ റെഡിയാണോ?